എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യരാണ്, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. അപ്പോൾ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കുടുംബം കലങ്ങിയിട്ടുള്ള ദമ്പതികൾ പിരിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നാട്ടിൽ നടക്കുന്നത്, ഗെറ്റ് ടുഗദർ എന്നുള്ളത്. ഈ ഗെറ്റ് ടുഗദറിന്റെ പിന്നിൽ തകർന്ന കുടുംബ ജീവിതങ്ങൾ ഒരുപാട് പേര് സ്ത്രീയായും പുരുഷനായും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും. ഇപ്പോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ 40-50 കുട്ടികൾ ഉണ്ടാവുമ്പോൾ അതിൽ 25 ആണും 25 പെണ്ണും അല്ലെങ്കിൽ 10-30 പേരൊക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ മുഴുവൻ ആളുകളുമായിട്ടും ഒരു തരത്തിലും എല്ലാവർക്കും കമ്പനി ഉണ്ടായിട്ടുമില്ല. കാരണം അന്നൊക്കെ ഏറ്റവും അടുത്ത 1-2 ആൾക്കാർ അവരായിട്ടാണ് പോവുക, അവരായിട്ടാണ് വരിക. ഇപ്പോൾ സ്കൂളിൽ ഇന്റർവെൽ ആയി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ അവർ കൂടെ പോവുക, അതിൽ ഊണ് കഴിച്ചാൽ. അപ്പോൾ ഏതോ 1-2 ആളുകൾ മാത്രമാണ് ഇതിൽ അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളുകൾ ഉണ്ടാവുള്ളൂ. മറ്റുള്ള ആളുകളൊക്കെ പേര് നമുക്കറിയാന്നുണ്ടെങ്കിലും അവർ മാനസികമായിട്ട് അടുപ്പമില്ലാത്തവരായിരുന്നു. ഇങ്ങനെ ആയിട്ട് ജീവിച്ചു നമ്മൾ പഠിച്ചു ഒക്കെ കഴിഞ്ഞു പോന്നു. എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് കാട്ടിയിരുന്ന ഹലോ എന്താ പിന്നെ വിശേഷം എന്ന് മാത്രം ചോദിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് അതൊരു ഭയങ്കര ഗ്രൂപ്പൊക്കെ ആയി, ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനുകളായി, അതുപോലെ തന്നെ ഓർമ്മയുടെ കുട്ടിക്കാലം എന്നുള്ളതായി. അങ്ങനെയൊക്കെ പല പല പരിപാടികളും വെച്ചു. അങ്ങനെ 10ാം ക്ലാസ്സിൽ തോറ്റവരും ജയിച്ചവരും പഠിച്ചവരൊക്കെ കൂടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലെ എല്ലാവരും വൈകിട്ട് അങ്ങോട്ട് എന്തായി ചോറുണ്ടാ മറ്റേതാണ് ഹാപ്പിനെസ് ഒക്കെ ആയിട്ട് ആണ് ഇപ്പോൾ അതൊരു ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് തന്നെ പഠിക്കുന്ന കാലത്ത് പോലും സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളെ ഒരു പുതുതല കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും നമ്പറൊക്കെ തപ്പിപ്പിടിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നൊക്കെ പോയിട്ടാണ് നടക്കുന്നത്. അതൊരു സന്തോഷ കാര്യമാണ്, അത് വേണ്ടവർക്ക് അതൊരു സന്തോഷമാണ്, അതൊരു എൻജോയ്മെന്റ് ആണ്, ആയിക്കോട്ടെ. പക്ഷെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം, പണ്ട് ചെറുപ്പത്തിൽ നിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, പിന്നെ എല്ലാവരുടെയും പ്രൈവറ്റ് ആയിട്ട് ഇതിൽ ഉണ്ടായിരിക്കുമല്ലോ, വാട്സപ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവര് വീണ്ടും ഒരു പണ്ടത്തെയൊക്കെ പ്രണയം പുതുക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രണയം പുതുക്കൽ എന്ന് പറയുമ്പോൾ ആദ്യം നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അന്ന് കല്യാണം കഴിക്കായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയ പെണ്ണെ ഒരു കൂതറയാണെന്ന് പറയും. അപ്പൊ പെണ്ണും അതുപോലെ തന്നെ പറയാം, അതാടാക്കോ എന്നെ നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അന്നൊന്നും പറയാനുള്ള ശക്തിയും ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അത് കാരണം എന്ന് പറയും. എന്നിട്ട് എന്താ ഉണ്ടാവണത്, ഈ പെണ്ണിന്റെ ഭർത്താവിനെ അയാളൊരു കാട്ടുമാനാണ്, പണിക്ക് പോയാലും അങ്ങനെയാണ്, എനിക്ക് തൊഴിലും തരില്ല അത് എന്നൊക്കെ പറയും. പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യനെയും ഭർത്താവിനെയും കുറ്റം പറഞ്ഞ് ഇവര് മാനസികമായിട്ട് അടുക്കലും പണ്ടത്തെ പ്രണയം ഇല്ലാത്തൊരു പ്രണയം അവിടെ മുട്ടിടുകയാണ്. ഈ മുട്ടിട്ടിട്ട് എന്തായി, പെണ്ണിന്റെ വീട്ടിലും ഭർത്താവിനോട് ഈ പെണ്ണിന് ഭയങ്കര അകൽച്ച, മക്കളോട് സ്നേഹമില്ലായ്ക, അതൊരു തരം. ഭാര്യയുടെ വീട്ടിലാണ്, ആണുങ്ങളുടെ വീട്ടിലാണെങ്കിൽ അവരും ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കലും ഇതുപോലെ തന്നെ ഈ പ്രണയത്തിന്റെ പിന്നിലും കൂടിയിട്ട് എൻ്റെ അടുത്തേക്ക് ഏതാണ്ട് ഒരു 60 പേരെങ്കിലും വന്നിട്ടുണ്ട്. ആ 60 പേര് എന്ന് പറയുന്നത് നേരിട്ട് വന്നവര്. കാരണം വെച്ചാൽ ഭാര്യ ഇതുപോലെ വേറൊരുത്തിന്റെ കൂടെ ഗെറ്റ് ടുഗദറിൽ ഇതായിട്ട് ആ ചെക്കന്റെ കൂടെയാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് തെറ്റിപ്പോയി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭർത്താക്കന്മാര് വന്നവരും, ഭർത്താക്കന്മാര് മറ്റുള്ള പെണ്ണുങ്ങളുമായിട്ട് കൂടെ പഠിച്ച പെണ്ണിനായിട്ട് പഠിപ്പായിട്ട് അവര് തമ്മിൽ എല്ലാവരും ടൂർ പോയെടുക്കുകയാണ്, വീട്ടിലൊരു ശ്രദ്ധ ഇല്ല അതില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് തമ്മിൽ അകന്നിട്ട് പെണ്ണുങ്ങൾ അവരൊക്കെ സ്ത്രീകളും നമ്മുടെ അടുത്തേക്ക് നോക്കിക്കാൻ വന്നിട്ടുള്ള അനുഭവം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ പറയാൻ കാരണം. ഇതുകൊണ്ടുണ്ടാവുന്നത് എന്താണ്, ഏതോ കാലത്ത് പഠിച്ചു പോയ 10-20 വർഷങ്ങൾ അല്ലെങ്കിൽ 30 വർഷങ്ങൾ പിന്നിട്ടിട്ട് അന്ന് കണ്ടിട്ടും സംസാരിക്കാൻ പോലും മടിയുണ്ടായിരുന്ന ആളുകൾ ഇന്ന് ഭയങ്കര ഫ്രണ്ട്സായി മാറുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലും അടുത്തുള്ളവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറാനോ സംസാരിക്കാനോ ഒന്നും ചെയ്യാതെ ഒരു പ്രത്യേക ഗ്രൂപ്പും ഗെറ്റ് ടുഗദറിൻ്റെതായ പിന്നാലെ പോയിട്ട് ഒരുപാട് പേരുടെ കുടുംബം താറുമാറായിട്ട് ഡൈവോഴ്സിന്റെയും കുട്ടികളും അനാഥമായിട്ട് നിൽക്കുന്നത് എൻ്റെ അനുഭവത്തിൽ 60 അതെന്താ വെച്ചാൽ ഞാൻ ആകെ എൻ്റെ പരിസരത്ത് എന്നെ അറിയുന്നവർ മാത്രമായിട്ട്
അപ്പോൾ ഇനി ഉള്ളവരുണ്ടെങ്കിൽ ഈ ഗെറ്റ് ടുഗദർ ഒക്കെ ഒരു പരിധി വരെ ഗുണം തന്നെ, കാരണം സൗഹൃദങ്ങൾക്ക് നിലനിർത്താൻ നല്ലതാണ്. പക്ഷെ അത് കുടുംബപരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ അത് കെയർ ചെയ്യുക. നിങ്ങളുടെ പണ്ട് കണ്ടുപോയവരും ഇന്ന് സ്നേഹിച്ചവരൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആ രണ്ട് കുടുംബങ്ങളെ തകർത്തുകൊണ്ട് നിങ്ങളൊരു സ്നേഹം അവിടെ മുട്ടിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും കൂടി ജീവിതം പരാജയത്തിലേക്കാണെന്നുള്ളത് നിങ്ങൾ ഈ ഗെറ്റ് ടുഗദറിന്റെ ആളുകളൊക്കെ ഒന്ന് തിരിച്ചറിയാം. ഓർമ്മയുടെ കുട്ടിക്കാലം എന്ന് പറയാൻ അന്നത്തെ ഓർമ്മ എന്ന് പറയുന്നതൊക്കെ ഈ കളിച്ചതും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കാര്യമായൊരു ഓർമ്മയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അന്ന് ഞാൻ പഠിക്കുന്ന കാലത്തും എൻ്റെ കൂട്ടുകാരിലും അപൂർവം 1, 2, 4 ആൾക്കാർ മാത്രമായിട്ടുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരുമായിട്ട് യാതൊരു തരത്തിലുള്ള സൗഹൃദമില്ലാതെയാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞു വന്നത്. ഇപ്പോൾ എല്ലാ ആളുകളും ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ ഒരുപാട് തകർച്ച നേരിട്ടത് കൊണ്ട് പൊതുജനങ്ങളുടേതായിട്ടുള്ളതും മറ്റുള്ളവരുടെയും സൗഹൃദത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഓരോ വിഷയങ്ങളുമായിട്ട് നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് പറയുന്നത്. നിങ്ങളുടെ ഈ ഗെറ്റ് ടുഗദറിന്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കുടുംബം തകരാത്ത രീതിയിൽ അത് കെയർ ചെയ്ത് ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. സൗഹൃദം എന്നും നല്ലതാണ്, സ്നേഹം എന്നും നല്ലതാണ്, മനസ്സിനും ആരോഗ്യത്തിനൊക്കെ ഉണ്ടാവും. പക്ഷെ കുടുംബം തകർന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും ആരും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഈ സൗഹൃദത്തിന്റെ ആളുകളൊന്നും നിങ്ങളുടെ ആരുടെയും വയ്യാണ്ടായി കഴിഞ്ഞാൽ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയാലോ അല്ലെങ്കിൽ വീട്ടിലോ നിങ്ങളെ പരിചരിക്കാനൊന്നും ആരും വരില്ല. വന്ന് കണ്ട് പോവാൻ മാത്രമാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരെയുള്ളൂ. പക്ഷെ നമ്മളിൽ ഉണ്ടാവുന്നതും നമ്മളെ പരിചരിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ താങ്ങും തണലുമായി ആശുപത്രിയായാലും പൈസയായാലും കൊടുന്ന് ചെലവാക്കാനൊക്കെ നമ്മുടെ ഭർത്താവും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു തരത്തിലും നിങ്ങൾ മറിച്ച് ചിന്തിക്കേണ്ട, ഇതന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ അവരുടെ കുടുംബം നോക്കിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് നമ്മളായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ കുടിച്ചോ അല്ലെങ്കിൽ ചായ കുടിച്ചോ എന്ന് മാത്രമേ ഇത് ചോദിക്കുന്നുള്ളൂ. കാരണം എന്താ, നിങ്ങൾ അങ്ങനെ രാവിലെ വിളിച്ചിട്ട് ചോദിക്കും ചായ കുടിച്ചാ, ഞാൻ കുടിക്കണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. അതുപോലെ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടോ, ഞാൻ ഉണ്ണാൻ പോവുക മെസ്സേജ്. രാത്രി ഒരു ഗുഡ് നൈറ്റ്. ഇതണ്ട് കണ്ട പെണ്ണുങ്ങളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ എന്നെ നല്ലോണം കെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ ആണുങ്ങളുടെ വിചാരം എൻ്റെ ഭാര്യനേക്കാൾ കൂടുതൽ കെയറിങ് ആണ് അവളെന്നാണ്. എന്ത് കെയറിങ്? കുളിക്കാൻ പോകുന്ന ഒരു വ്യക്തി സോപ്പും എണ്ണയും തേച്ച് സോപ്പും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് കുളക്കടവിലേക്ക് പോകുമ്പോൾ എതിരെ വരുന്ന ആൾ ചോദിക്കുന്നത് എന്താ, കുളിക്കാനല്ലേ എന്നാണ്. കാരണം എന്താണ്, ഇത് കുളിക്കാനാ പോകുന്നതെന്ന് കുളിക്കുന്ന ആൾക്കും അറിയാം, ചോദിക്കുന്ന ആൾക്കും അറിയാം. എന്തെങ്കിലും ചോദിക്കണ്ടേ വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സംഭവം. നമ്മൾ എന്തെങ്കിലും എല്ലാ ബാഗും കാര്യങ്ങളും എടുത്ത് പണിക്ക് പോകുന്ന ആളോട് ചോദിക്കുക എന്താണ്, ആ പണിക്ക് പോകൂലേന്ന്. കാരണം എന്താണ്, ഇത് എന്തെങ്കിലും ചോദിക്കണ്ടേ വെച്ചിട്ടാണ് ഈ ചോദിക്കണത് പറയണത്. പക്ഷേ ഇതുപോലെ തന്നെയാണ് നമ്മളോട് രാവിലെ വിളിക്കുമ്പോൾ ചായ കുടിച്ചാന്നും ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ ചോറുണ്ടാന്നും രാത്രി ശുഭരാത്രി എന്നും പറയാനല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങളെ അടിവാരം ഇട്ടിട്ടുണ്ട് കെയർ ചെയ്യൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. കാരണം എന്തെങ്കിലും ഇത് ചോദിക്കേണ്ട വെച്ചിട്ടാ ചോദിക്കണം. ഇത് നടുഒടിഞ്ഞ് പണിയെടുത്ത് വന്നിട്ട് കുടുംബം നോക്കുന്ന ഭർത്താവിനെയും ഈ മക്കളെയും കാര്യങ്ങളൊക്കെ നോക്കി നടുഒടിഞ്ഞ് പണിയെടുത്തിട്ട് കതച്ചിരിക്കുന്ന ഭാര്യേനെയും നോക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് നേരമില്ലെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ സ്നേഹം കുടുംബം നോക്കാതെ നിങ്ങൾ മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു അപകടമോ ആപത്തോ വന്നു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, ഭർത്താവും ഉണ്ടാവില്ല, മക്കളും ഉണ്ടാവില്ല. ഈ അനാഥാലയത്തിലും ഈ തെണ്ടി കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലും പെടുത്താൻ മാത്രമായിരിക്കും നിങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു പ്രണയത്തിന്റെ അവസ്ഥ ചെന്ന് അവസാനിക്കുക. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയാനും ഈ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് പകർന്നു തരാം. നിങ്ങൾക്കൊക്കെ അത് അറിയുന്നതായിരിക്കും, എനിക്കും എല്ലാവർക്കും ഈ വിഷയങ്ങളൊക്കെ അറിയുന്നതാണ്. പക്ഷെ ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും വീണ്ടും വേണ്ടിയതായിട്ടുള്ള ആളുകൾ ഇതിനേക്കാൾ വലിയ മാരകമായിട്ടുള്ള ആപത്തിലേക്കാണ് വീണ്ടും ചെന്നുകൊണ്ടിരിക്കുന്നത്.
ഏതൊരാളും 2 ദിവസം വർത്താനം പറഞ്ഞുകൊണ്ടോ സംസാരിച്ചത് കൊണ്ടോ നിങ്ങൾ ഒരു തരത്തിലും എന്നും നിങ്ങളെ സംരക്ഷിക്കുമെന്നോ നിങ്ങളുടെ മനസ്സിനോ കുടുംബത്തിനോ ആശ്വാസമാകുന്നോ ഒരു തരത്തിലും വിചാരിക്കേണ്ട. ഭാര്യയ്ക്ക് കുറവുകൾ ഉണ്ടായിരിക്കും, ഭർത്താവിനും കുറവുകൾ ഉണ്ടായിരിക്കും. ഈ കുറവിനെയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഒന്നായത്. പക്ഷെ എന്നിട്ട് പോലും ഒരു തരത്തിലും നമ്മൾ ഐക്യമുണ്ടാവാതെ ഈ മറ്റ് ഒരു പായൽ കിടക്കലും മറ്റുള്ളവരുമായിട്ട് ചിന്തിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഇതിൽ പരം മാനസിക സംഘർഷം, കുടുംബ ദുരിതം ഉണ്ടാക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയാൻ തന്നെ കാരണം. നിങ്ങൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ടും പല ആളുകളുടെ പ്രശ്നമായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഗെറ്റ് ടുഗദറിന്റെ മാനേജർമാരും അതുപോലെ പ്രസിഡന്റും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിന് കേട്ടിട്ട് കോപിക്കുകയെ ഞങ്ങളെ ഗെറ്റ് ടുഗദർ ഇങ്ങനെയൊന്നും അല്ലാന്ന് വിചാരിച്ച് ജാട പിടിച്ച് തല്ലൂടാനൊന്നും വരണ്ട. കാരണം എൻ്റെ അടുത്തേക്ക്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, എൻ്റെ വൈദ്യശാലയിലേക്ക് ഞാൻ കൺസൾട്ട് ചെയ്യുന്നിടത്തേക്കും അമ്പലത്തിലേക്കൊക്കെ ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നവരുടെ എണ്ണം തുരുതുരാച്ചിട്ട് കൂടി വന്നതുകൊണ്ടും വിളിച്ച് സംസാരിച്ചവരുടെ ആയിരക്കണക്കിനായതുകൊണ്ടും ഈ നാട്ടിലെ വലിയൊരു പ്രശ്നമായതുകൊണ്ടും ആണ് ഇതെടുത്ത് പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടി പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഇത് നിങ്ങളോട് പറയേണ്ടത് എൻ്റെ ഒരു കടമയും കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വിഷയങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്താൽ.